ചലച്ചിത്ര നടൻ സലീം കുമാർ 2026 ജൂൺ മാസം 6-ാം തീയതി അന്തരിച്ചു. ശ്രീ സലീം കുമാർ മലയാള ചലച്ചിത്ര മേഖലയിൽ ഹാസ്യ നടനായും സ്വഭാവ നടനായും ഒരുപോലെ അവിസ്മരണീയ രംഗങ്ങൾ കാഴ്ചവെച്ച് മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ അതുല്യ പ്രതിഭ ശ്രീ സലീം കുമാർ 2026 ജൂൺ 6-ന് വിടവാങ്ങി. പ്രേക്ഷകരെ ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാകാരനായിരുന്നു അദ്ദേഹം. 1969 ഒക്ടോബർ മാസം 10-ന് എറണാകുളം ജില്ലയിലെ വടക്കം പറവൂരിൽ ചിറ്റാറ്റുകരയിൽ ഗംഗാധരൻ കൗസല്യ ദമ്പതികളുടെ ഇളയ മകനായി ജനനം. ചിറ്റാറ്റുകര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ, മാല്യങ്കര IRS കോളേജ്, എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിൽ നിന്നായി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മഹാരാജാസിലെ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി തലത്തിൽ മികച്ച മിമിക്രി കലാകാരനായി തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൊച്ചിൻ കലാഭവൻ, കൊച്ചിൻ സാഗർ തുടങ്ങിയ പ്രമുഖ സമിതികളിലൂടെ മിമിക്രി രംഗത്ത് സജീവമായിരുന്ന സലീം കുമാർ സിദ്ദീഖ് ഷമീർ സംവിധാനം ചെയ്ത് 1997 പുറത്തിറങ്ങിയ ഇഷ്ടമാണ് 100 വട്ടം എന്ന സിനിമയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വന്നത്. 2000 പുറത്തിറങ്ങിയ സത്യമേവ ജയതേ എന്ന ചിത്രത്തിലെ കഥാപാത്രത്തിലൂടെയാണ് പ്രേക്ഷകർ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു തുടങ്ങിയത്. പിന്നീട് അതേ വർഷം തന്നെ പുറത്തിറങ്ങിയ തെങ്കാശി പട്ടണത്തിലെ മുത്തുരാമനിലൂടെ സലീം കുമാർ ജനമനസ്സുകളിൽ ചേക്കേറി. മലയാളത്തിന് പുറമെ തമിഴ്, ബംഗാളി ഭാഷാ ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന ദേശീയ പുരസ്കാരങ്ങൾക്ക് അർഹനായി. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ അഭിനയത്തിന് 2005 മികച്ച രണ്ടാമത്തെ നടനുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചു. അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലൂടെ 2013 മികച്ച ഹാസ്യ നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടി. 2013 മികച്ച നടനുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം അദ്ദേഹം കരസ്ഥമാക്കി. കറുത്ത ജൂതൻ, ദൈവമേ കൈതൊഴാൻ കെ കുമാർ ആകണം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായിരുന്നു. രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളിൽ എന്നും നിർഭയമായ നിലപാടുകൾ സ്വീകരിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. മലയാളികളുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞിട്ടുള്ള ഒട്ടേറെ സംഭാഷണ ശൈലികൾ സംഭാവന ചെയ്ത സലീം കുമാറിൻ്റെ കാലവിയോഗം കേരള പൊതുസമൂഹത്തിന് ഒരു തീരാ നഷ്ടമാണ്. അന്തരിച്ച മഹാവ്യക്തിയോടുള്ള ആദരസൂചകമായി അല്പസമയം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം.